ബാങ്കിൽ പോയി മടങ്ങി വന്ന ആദർശ് അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇതൊരു 55 ലക്ഷം രൂപയുണ്ട്. ഇത് ഉച്ചയ്ക്ക് മുമ്പൊന്ന് ഓഫീസിൽ എത്തിക്കണം. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. അതിനെന്താ ഏട്ടാ, ഏട്ടൻ പോയിട്ട് വാ, ഞാനത് എത്തിച്ചോളാം, ഞാൻ ഇന്ന് ഫ്രീ ആണ് എന്ന് പറഞ്ഞ് അനി ആ പണവും മേടിച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് കുളിക്കുവാനായി ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയം അനാമിക ആ വഴി വന്ന് പൈസ കാണുന്നുണ്ട്. പൈസ കാണുന്ന അനാമികയുടെ കണ്ണ് തള്ളുന്നുണ്ട്. എൻ്റെ ഈശ്വര, എത്ര നാളായി ഇത്രയധികം പൈസ കണ്ടിട്ട്. ഏതായാലും ഇത് ഇവൻ്റേതല്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിനുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് വേഗം അനാമിക രേവതിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മേ, ഇവിടെ കുറച്ച് പൈസ അനി കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഏകദേശം ഒരു 50-55 ലക്ഷം രൂപയോളം വരും. കണ്ടിട്ട് കൊതിയാവുന്നു എന്നൊക്കെ അനാമിക രേവതിയോട് പറയുന്നുണ്ട്. അതേസമയം രേവതിക പറയുന്നുണ്ട്, മോള് ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ആ പൈസ എടുത്തുകൊണ്ട് ഇങ്ങു പോരെ. ഇവരെയാണെങ്കിൽ പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ള സമയമാണ്. അച്ഛന് കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുകയാണ്. മോള് എത്രയും പെട്ടെന്ന് ആ പൈസ എടുത്തുകൊണ്ട് ഇങ്ങ് വാ എന്ന് രേവതി പറയുന്നുണ്ട്. അതേസമയം അനാമിക പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ആ പൈസ എങ്ങാനും എടുത്താ എനിക്ക് എന്നെ സംശയം തോന്നില്ലേ? അനി എങ്ങാനും ഞാൻ ആ പൈസ എടുത്തതെന്ന് മനസ്സിലാക്കിയെങ്കിൽ വലിയ പ്രശ്നമാകില്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും പ്രശ്നം വന്നാലും മോളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറയുന്നതാണെന്ന് ഞാൻ വാദിച്ചു കൊള്ളാം. മോള് പെട്ടെന്ന് പൈസ എടുത്തുകൊണ്ട് ഇങ്ങ് പോരെന്ന് പറഞ്ഞ് രേവതി ഫോൺ വയ്ക്കുന്നുണ്ട്. ഏതായാലും ഭർത്താവെന്ന് പറഞ്ഞവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനമുണ്ടാകട്ടെ, അമ്മ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അനാമിക. അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേഗം പൈസയെല്ലാം പെറുക്കി തൻ്റെ ബാഗിലാക്കുന്നുണ്ട്. ഇതേ സമയം ദേവയാനി ആ വഴി വരുമ്പോൾ പൈസ ബാഗിലാക്കുന്ന അനാമികയെ കാണുന്നുണ്ട് കേട്ടോ. അനാമിക വേഗം വീട്ടിൽ പോവാനായി ഒരുങ്ങി ഇറങ്ങി ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മ അത്യാവശ്യമായി ഒന്ന് ചെല്ലുവാൻ പറഞ്ഞു. അതിനെന്താ, മോള് പോയിട്ട് വാ എന്ന് ജാനകി പറയുമ്പോഴേക്കും അവിടേക്ക് ദേവയാനി വരുന്നുണ്ട്. അനാമികയൊന്ന് അവിടെ നിന്നേ, ഇപ്പൊ വീട്ടിൽ പോവാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി വീട്ടിൽ പോകലും വരലും ഒക്കെ എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അനി കുളിച്ചിട്ട് ഇറങ്ങി വന്ന് തൻ്റെ പൈസ വെച്ചെടുത്ത് തപ്പുകയാണ്. ഞാൻ ഇവിടെയാണല്ലോ പൈസ വെച്ചത്, എന്തിയേ എന്നൊക്കെ പറഞ്ഞ് അനി ആകപ്പാടെ വിഷമിച്ച് തപ്പുന്നുണ്ട് കേട്ടോ. അതേസമയം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അനാമികയുടെ ബാഗ് ഒന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് അനാമിക ഇവിടെ നിന്ന് പോയാൽ മതി. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, വല്യമ്മ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ? വല്യമ്മയ്ക്ക് ഇത്ര സംശയമാണെങ്കിൽ ആ നയനയുടെ ബാഗ് പോയി ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം കനക പറയുന്നുണ്ട്, അതെ, അനാമിക മോള് വീട്ടിൽ പോകുവാൻ ഒരുങ്ങി ഇറങ്ങിയതാ. വെറുതെ ചേച്ചി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അനാമികയുടെ ബാഗ് തപ്പിയേ പറ്റൂ. അനാമിക ബാഗിൽ പൈസ എടുത്ത് അനിയുടെ പൈസ എടുത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ ദേവയാനി പറയുമ്പോഴേക്കും ജയം വന്ന് പറയുന്നുണ്ട്, എന്താ ദേവയാനി പറയുന്നത്? സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഒരാളെ പ്രതിയാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ജയേട്ടാ, അല്ല ജയേട്ടാ, അനിയോടൊരു കാര്യം പറയുവാനായി ആ റൂമിലേക്ക് പോയി ഞാൻ ഇവൾ അനിയുടെ പൈസ എടുത്ത് ബാഗിലാക്കുന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എന്തിനാ ഞാൻ അനിയുടെ പൈസ എടുക്കുന്നത്? എനിക്ക് പൈസയുടെ ഒരാവശ്യമില്ല. എൻ്റെ വീട്ടിൽ ആവശ്യത്തിലധികം പൈസയുണ്ട്. അല്ലെങ്കിൽ തന്നെ അനിയൻ്റെ ഭർത്താവാണ്, പിന്നെ എന്തിനു ഞാൻ അവൻ്റെ പൈസ എടുക്കണം എന്നൊക്കെ അനാമിക ഇങ്ങനെ വാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താ ഇത്? എന്നും ഇവിടെ ഇപ്പോൾ ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആണല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട്. അല്ല മുത്തശ്ശ,
ഈ വല്യമ്മ പറയുകയാണ് ഞാൻ ഇവിടുത്തെ പൈസ മോഷ്ടിച്ചുവെന്ന്. ഈ വല്യമ്മയ്ക്ക് അത്ര സംശയമാണെങ്കിൽ ഈ വല്യമ്മയുടെ മരുമകളായ നയനിയോ അവരുടെ ചേച്ചി നവ്യയൊക്കെ ബാഗ് പരിശോധിക്കട്ടെ, എൻ്റെ ബാഗ് എന്തിനാ പരിശോധിക്കുന്നത്, എന്നെ എന്തിനാ കള്ളിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ മുമ്പിൽ കരഞ്ഞു കാണിക്കുകയാണ് കേട്ടോ അനാമിക. ഇതേ സമയം ജാനകിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ ദേവേച്ചിയാണെങ്കിൽ എന്തിനാ എൻ്റെ മരുമകളെ സംശയിക്കുന്നത്, അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതിൽ പിന്നെ ഈ ദേവേച്ചി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ജാനകിയും പറഞ്ഞ് അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം പൈസ കണ്ടില്ലെന്ന് പറഞ്ഞ അനി അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ കൊണ്ടുവെക്കാൻ പോയിരുന്ന 55 ലക്ഷം രൂപ കാണുവാനില്ല എന്തിയെന്നും പറഞ്ഞിട്ട് അനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പൈസ അവളെടുത്ത് ബാഗിൽ വെക്കുന്നത് ഞാൻ കണ്ടതാണെന്ന്, അവളുടെ ബാഗ് പരിശോധിക്കണമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇത്ര തരം താഴ്ന്ന രീതിയിൽ നീ സംസാരിക്കാൻ പാടില്ല. അനാമിക ഇവിടുത്തെ മരുമകളാണ്, എല്ലാവരെയും പോലെയും അനാമികയും ഇവിടുത്തെ മരുമകളാണ്. അപ്പോൾ അനാമികയെ വെറുതെ തെളിവുകളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, ഇങ്ങനെ സംശയമാണെങ്കിൽ എല്ലാവരെയും നമുക്ക് പരിശോധിക്കണം, എല്ലാവരെയും ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ചെക്ക് ചെയ്തു, എനിക്ക് അത്യാവശ്യമായി വീട് വരെ ഒന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യുകയോ തപ്പുകയോ ഒക്കെ ചെയ്തോ, എന്താന്ന് വെച്ചാൽ ആയിക്കോന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇല്ല എൻ്റെ മരുമകളെ അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ട് ഇതിനൊരു തീരുമാനമാക്കാതെ മോളും ഇപ്പോൾ വീട്ടിൽ പോകണ്ട, മോളുടെ എല്ലാവരെയും തപ്പി ആ നവ്യയുടെ നയനയുടെയൊക്കെ ബാഗിലായിരിക്കും പൈസ ഉള്ളത്, അത് തപ്പി എടുത്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, മോളെ അങ്ങനെ സംശയത്തിലായിട്ട് എൻ്റെ മരുമകളുടെ നിരപരാധിത്വം തെളിയിക്കാതെ അങ്ങനെ ഇവിടുന്ന് ആരും പോകണ്ട എന്ന് ജാനകിയും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം എല്ലാവരും തപ്പുവാനായി പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മരുമകളുടെയൊക്കെ ബാഗ് തപ്പുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് എല്ലാവരും റൂമിലും ബാഗിലും ഒക്കെ എല്ലാവരുടെയും റൂമും ബാഗും ഒക്കെ പരിശോധിച്ചിട്ട് പൈസ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരും തിരികെ വന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഇനി അനാമിക മോളുടെ ബാഗ് മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യാൻ, ഇനി ചെക്ക് ചെയ്യാവല്ലോ എന്ന് പറയുമ്പോഴേക്കും അനാമിക അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ, എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെ അങ്ങനെ സംശയിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവയാനി, എടി നിന്റെ ബാഗ് ഇങ്ങ് കൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യത്തോടു കൂടി അനാമികയുടെ ബാഗ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിച്ചു കുലുക്കുന്ന സമയത്ത് അതിൽ നിന്നും പണം താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജാനകിയാണെങ്കിൽ ആകെ നാണിച്ച് തല കുനിച്ച് നിൽക്കുന്നുണ്ട്. എന്താടി ഇതെന്നും ചോദിച്ചിട്ട് ജാനകി അനാമികയുടെ കാരണം തന്നെ നോക്കി തല്ലി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇവളെടുത്തു വെക്കുന്ന കണ്ടതാണെന്ന് പറയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. ഈ അനന്തപുരി തറവാടിൻ്റെ മഹത്വം കളഞ്ഞു കുളിക്കാനായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, ഞാനാണ് ഇവിടെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കേണ്ടത്, തൽക്കാലം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശനകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന അനാമികയെ കണ്ടിട്ട് അനിയും പറയുന്നുണ്ട്, ഇതിനൊക്കെ ഇവള് ഇങ്ങനത്തെവളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ, ആരെ കുറ്റപ്പെടുത്താൻ, ഞാൻ തന്നെ ചൂസ് ചെയ്തതാണല്ലോ ഇവളെ, പിന്നെ ആരെയാണ് ഞാൻ കുറ്റപ്പെടുത്തുക, എല്ലാവരെയും വരുന്നതിൻ്റെ ബാക്കി അനുഭവിക്കുക എന്നൊക്കെ അനി പറയുന്ന നേരത്തെ നവ്യയും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവള് വെറും ഫ്രോഡാണെന്ന്, അന്ന് ആരും എന്നെ വിശ്വസിച്ചില്ല എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ നമ്മുടെ അനാമികയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു.